ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തു. സ്വർണ്ണക്കൊള്ള കേസിലെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും ആചാരലംഘനം നടത്തിയെന്നുമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എൻ്റെ ചോദ്യം ഇതാണ്, തന്ത്രി മാത്രം വിചാരിച്ചാൽ അവിടെ സ്വർണ്ണക്കൊള്ള നടക്കുമോ? നടക്കത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ, അതായത് അയ്യപ്പൻ്റെ സ്വർണം കട്ടോണ്ടുപോയി വിറ്റതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞു തരാം. ഓരോ വിശ്വാസിയും, അതായത് അയ്യപ്പൻ്റെ ഓരോ വിശ്വാസിയും മല ചവിട്ടുന്നത് അയ്യപ്പനെ അത്രത്തോളം വിശ്വാസവും മനസ്സിൽ ആരാധിച്ചുമാണ്. അങ്ങനെ ഒരു പുണ്യ സ്ഥലത്ത് നിന്നും ഇത്രയും വലിയ ഒരു കൊള്ള നടത്തിയപ്പോൾ അതിൽ കുറ്റക്കാരായവർ മന്ത്രിയാണെങ്കിലും തന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് ഓരോ സാധാരണക്കാരൻ്റെയും ഓരോ അയ്യപ്പ വിശ്വാസികളുടെയും, അത് മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ അയ്യപ്പ വിശ്വാസികളുടെയും ആവശ്യം എന്താണ്? ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കെടുത്തിട്ടുള്ള, അതിൽ ചെറിയ പങ്കെങ്കിലും ഉള്ളവരെ വരെ, ഇനി താഴെ മുതൽ മേളി വരെയുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം, എല്ലാവരെയും ശിക്ഷിക്കണം. ശിക്ഷിച്ചാൽ മാത്രം പോരാ, ഈ അടിച്ചോണ്ട് പോയതിന് പകരമാവില്ല എന്നുണ്ടെങ്കിലും ഇവരുടെയൊക്കെ സ്വത്ത് വരെ കണ്ടുകെട്ടി ശബരിമലയിൽ ആ സ്വർണം തിരിച്ചു വെക്കണം. കട്ടുകൊണ്ട് പോയതിനൊന്നും പകരമാവില്ല കേട്ടോ. കാരണം അവിടെ ഇരിക്കുന്ന ഓരോ സാധനം, അതൊരു തുരുമ്പാണെങ്കിൽ പോലും അതിൽ അത്രയും വിശ്വാസം അർപ്പിച്ചാണ് ഓരോ അയ്യപ്പ ഭക്തന് മല ചവിട്ടുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, രാഷ്ട്രീയ ലാഭം മാത്രം നോക്കി ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ED അന്വേഷിക്കേണ്ട, CBI അന്വേഷിക്കേണ്ട എന്നൊക്കെ പറയുന്നവരോട്, ED അന്വേഷിച്ചാലും CBI അന്വേഷിച്ചാലും ഈ സ്വർണ്ണക്കൊള്ള കേസ് തെളിയണം. ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടണം. അത് തന്നെയാണ് ഓരോ അയ്യപ്പ ഭക്തൻ്റെയും ആഗ്രഹം. കേരളത്തിലെ നല്ല, ഇന്ത്യയിലെ നല്ല, ലോകമെമ്പാടുമുള്ള ഓരോ അയ്യപ്പ ഭക്തൻ്റെയും ഓരോ സാധാരണക്കാരൻ്റെ ആഗ്രഹം. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ മന്ത്രിയാണെങ്കിലും തന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം.